ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്മി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോ കണ്ടാലോ? ഇതെൻ്റെ ഒരു വർക്കിംഗ് ഡേ മോർണിംഗ് റൊട്ടീനാണേ. അലാം കേട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചാടി എണ്ണിക്കുകയാണ് പതിവ്. രാവിലെ എഴുന്നേറ്റ് പുതിയൊരു ദിവസത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഒരു വർക്കിംഗ് വുമൻ്റെ മോർണിംഗ് എത്ര സിമ്പിളായി തോന്നിയാലും അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിക്കുള്ള മാവ് തലേ ദിവസം തന്നെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് റെഡി ആയപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇഡ്ഡലി വേണ്ട, ദോശ മതിയെന്ന്. അപ്പം പെട്ടെന്ന് പ്ലാൻ മാറ്റി ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ല് വെച്ച് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഓരോന്നും മാറ്റേണ്ട അവസ്ഥ വരും. ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെയായാലും മാറ്റിയും തിരിച്ചും ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾ കഴിച്ചില്ലെങ്കിൽ അതും എനിക്കൊരു വിഷമാവും. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാം റെഡിയാക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരു ലോണ്ട്രി ഇടുന്നത് നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. അതാവുമ്പോഴത്തേക്കും ഒരുപാട് തുണികൾ കഴുകാനായിട്ട് കുന്നുകൂട്ടിയിടണ്ട. ഓരോ ദിവസത്തെയുള്ള തുണികൾ കഴുകി അത് ഉണക്കി അന്ന് തന്നെ മടക്കി വെച്ചാൽ നമുക്ക് തുണി ഒരുപാട് കിടക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറി കിട്ടും. എല്ലാ ദിവസവും ഒരു ലോണ്ട്രി ഇടുന്നത് നിങ്ങളും ഒന്ന് ശീലിച്ച് നോക്കൂ. വീട്ടിലെ മോർണിംഗ് വർക്ക് കഴിഞ്ഞ് ഇനി എൻ്റെ ഓഫീസ് റെഡി ടൈമിലോട്ട് പോകാം. തലേ ദിവസമേ ഞാൻ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചിരിക്കും. ഇടാനുള്ള ഓർണമെൻറ്റ്സ്, ജ്വല്ലറീസ് എല്ലാം ഞാൻ തലേ ദിവസമേ എടുത്തു വെക്കും. ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് ഞാൻ അറേഞ്ച് ചെയ്ത് മാറ്റി വെക്കും. രാവിലെ എത്ര തിരക്കുണ്ടെങ്കിലും ഓഫീസിൽ പോകുന്നതിന് മുൻപ് കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാനിപ്പോൾ ശ്രമിക്കാറുണ്ട്. വലിയ മേക്കപ്പ് ഒന്നുമല്ല, പക്ഷേ മുഖമൊന്ന് ഫ്രഷാക്കി സിമ്പിൾ മേക്കപ്പ് ചെയ്ത് മുടിയൊന്ന് സെറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ മൂഡ് തന്നെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നും. വർക്കിംഗ് വുമണിന് മോർണിംഗ് റുട്ടീൻ എത്ര ബിസി ആണെങ്കിലും നമ്മൾ നമ്മളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂടും. ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഞാൻ ലിപ്സ്റ്റിക്കും ഒരു ചെറിയൊരു പൊട്ടും എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ട്, മേക്കപ്പ് ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ പോലും. ഒരുപക്ഷെ രാവിലെ എനിക്ക് എൻ്റെ ഒരു മീ ടൈം എന്ന് പറയുന്നത് ഈ ഒരു മേക്കപ്പ് ചെയ്യുന്ന ടൈമായിരിക്കും. ബാക്കി എല്ലാ ടൈമിലും ഞാൻ നല്ല ബിസി ആയിരിക്കും. കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യങ്ങളായിട്ട് ബിസി ആയിട്ടിരിക്കുമ്പം എനിക്ക് എന്നെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്ന സമയമാണ് എനിക്ക് യൂസായിട്ട് വരുന്നത്. ഇതിനൊക്കെ സമയം കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തലേ ദിവസം തന്നെ ഓരോ ദിവസത്തേക്കുള്ള മോർണിംഗിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും ചെയ്ത് വെച്ചാൽ നമുക്ക് ജോലികൾ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ടൈമും നമുക്ക് വെപ്രാളം പിടിച്ച് ഹറിബറിയായിട്ട് പുറത്തോട്ട് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി മാറിക്കിട്ടും. ഞാനതുകൊണ്ട് എല്ലാം തലേ ദിവസമേ റെഡിയാക്കി, ഒരു 75% കാര്യങ്ങളും തലേ ദിവസമേ റെഡിയാക്കി വെക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ആരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് കുട്ടികളെ വീട്ടിലാക്കിയിട്ട് അവർ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും മനസ്സിനൊരു വിഷമമാണ്. എങ്കിലും നമ്മൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി നേരെ ഓഫീസിലേക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെയ്യാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓടിക്കൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷേ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങുമ്പോൾ പുതിയൊരു എനർജി കിട്ടുന്ന പോലെ തോന്നും. ഞാൻ 2 വണ്ടി കയറിയാണ് ഓഫീസിലേക്ക് പോകുന്നത്. എൻ്റെ മോർണിംഗ് റുട്ടീൻ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ഇടാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.